നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കണം. ഇത് നമുക്ക് മത്തിക്കറി വെക്കാം. അപ്പോൾ ചട്ടിയിലാണ് വെക്കുന്നത്. ഇത് കണ്ടോ, മണിത്തക്കാളിയാണ് ഇത്. ഈ മണിത്തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 4 കാന്താരി, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് മത്തിക്കറി വെക്കുന്നത്. അപ്പോൾ ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. ആ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള തക്കാളിയും മുളകും കൂടെ ഇട്ട് നന്നായി ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. ആ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഒരു നിറവ്യത്യാസം ഉള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പും. ഈ 3 സാധനങ്ങളെ, ഈ 3 പൊടികളെ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പം അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ കുതിരാൻ പുളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിലർ കറി വെക്കുന്ന സമയത്ത് തുടക്കത്തിലേ പുളി ഒഴിക്കും, ചിലർ കറി വെച്ച് അവസാനിക്കുന്ന സമയത്തായിരിക്കും പുളി ഒഴിക്കുന്നത്. അപ്പോൾ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് നന്നായി അടച്ച് വെച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞൻ മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ കുഞ്ഞൻ മത്തി എന്നാണ് പറയുന്നത്. ഇത് ചെറിയ മത്തി ആയതുകൊണ്ടാണ് കുഞ്ഞൻ മത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. മത്തി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചു. ഒന്നിപ്പോൾ തുറന്ന് നോക്കി. അപ്പോൾ ഈ ഒരു സമയത്ത് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പിടാം. ഇപ്പോൾ നമുക്ക് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. മത്തിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടെ തൂവി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നമുക്ക് മത്തി മുളകിട്ടതാണ്. അപ്പോൾ കറി റെഡി.